ഇത് നമ്മൾ CSDന്ന് എടുത്താണ്. സീട്രോണിൻ്റെ C3 ബേസ് മോഡലാണ്. C3X എന്ന് പറയുന്ന വേരിയൻ്റാണിത്. അപ്പോൾ നമ്മളിത് എടുത്തത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഷോറൂമിൽ വിളിച്ച് ചോദിച്ചു എന്താണ് അവൈലബിൾ ആണോ എന്നുള്ള കാര്യം. അപ്പോൾ അവർ പറഞ്ഞു അവൈലബിൾ ആണ്. ഞാൻ കഴിഞ്ഞ 2025 ഡിസംബറിലാണ് എടുത്തത്. അപ്പോൾ ഇയർ എൻഡിങ് ഓഫറിൽ എനിക്ക് 4,37,000 സംതിങ് ആണ് വന്നത്. അപ്പോൾ അന്ന് നമ്മൾ എന്ത് ചെയ്തു, അവരുടേക്കുന്ന് ഓൾറെഡി ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ബുക്ക് ചെയ്തിട്ടതിന് ശേഷം നമ്മൾ അവരുടേക്കുന്നൊരു അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് തരും. സർട്ടിഫിക്കറ്റ് കിട്ടിയതിന് ശേഷം CSDൻ്റെ ഒരു AFD പോർട്ടൽ എന്ന് പറഞ്ഞിട്ടൊരു നമ്മുടെ CSDന്ന് കാറുകൾ കാര്യങ്ങൾ ഒക്കെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സൈറ്റ് ഉണ്ട്. അതിൻ്റെ അകത്ത് നമ്മളൊരു ID ഉണ്ടാക്കണം. സിമ്പിൾ പ്രോസസ്സാണ്. അത് 1 by 1 ആയിട്ട് നമുക്ക് യൂട്യൂബിൽ തന്നെ ഇഷ്ടംപോലെ അവൈലബിളാണ് ഈ സംഭവം. അപ്പോൾ ഈ ഷോറൂമുകാരായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഈ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മളതുമായിട്ട് ഈ AFD പോർട്ടലിൽ ID ഉണ്ടാക്കിയതിന് ശേഷം ഈ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റിലത്തെ ഡീറ്റെയിൽസ് ഉണ്ട്, ചേസസ് നമ്പർ, അതുപോലെ വണ്ടിയുടെ മറ്റ് ഡീറ്റെയിൽസും ഒക്കെ നമ്മൾ അതിൻ്റെ അകത്ത് എൻട്രി അടിച്ചിട്ട് ബുക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബുക്കിങ്ങിനുള്ള ഓപ്ഷനിൽ എൻട്രി ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, അപ്രൂവലിന് വേണ്ടിയിട്ട് ഇടും. അപ്രൂവലിന് വേണ്ടി ഇട്ടിട്ട് ഒരു 2-3 ദിവസം കഴിയുമ്പോഴേക്കും അത് അപ്രൂവഡ് ആയിട്ട് എന്ന് പറഞ്ഞിട്ട് നമുക്ക് മെസ്സേജ് വരും. ഇമെയിലിലോ അല്ലെങ്കിൽ ടെക്സ്റ്റായിട്ട് വരും. അതായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് പേയ്മെൻറ്റ് ചെയ്യണം. പേയ്മെൻറ്റ് ഓൺലൈനിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ബാങ്ക് ത്രൂ ആണ് ചെയ്തത്. അപ്പോൾ എന്ത് ചെയ്തു, നമ്മൾ അതിൽ തന്നെ ഒരു ഷീറ്റ് നമുക്ക് PDF ആയിട്ട് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതിൻ്റെ അകത്ത് എവിടേക്കാണ് അടിക്കേണ്ടത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഫുള്ള് എൻട്രി ആയിട്ടുണ്ടാവും. നമ്മളത് ജസ്റ്റ് PDF ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യണം, നേരെ അടുത്തുള്ള എൻ്റെ SBI ബാങ്കായിരുന്നു. അങ്ങനെ SBI ബാങ്കിൽ പോയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അത് പേ ചെയ്തു. അക്കൗണ്ടിൽ പൈസ ഉണ്ടാവണം എന്നുള്ളൂ. അപ്പോൾ ലോണ് മുഖാന്തരമാണ് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്പോൾ അതിൽ തന്നെ ലോണ് മുഖാന്തരമാണെന്നുണ്ടെങ്കിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ലോണ് മുഖാന്തരമല്ല എടുത്തത്. അപ്പോൾ എനിക്ക് നേരിട്ടിട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് പേയ്മെൻറ്റ് കട്ടാവും. അപ്പോൾ അതിൻ്റെ ഒരു റെസിപ്റ്റ് തരും അവർ. ആ റെസിപ്റ്റ് നമ്മൾ കൈ പിടിക്കാം. ഈ നമ്മൾ പേയ്മെൻറ്റ് ചെയ്തതിൻ്റെ നമ്മുടെ ഈ CSD AFDയിൽ ആ പോർട്ടലിൽ നമ്മൾ ഇടയ്ക്ക് നമ്മുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് തുറന്ന് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് പേയ്മെൻ്റ് ആയി എന്നുള്ളതിൻ്റെ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് എഴുതി കാണിക്കും. അന്നേരം പേയ്മെൻ്റ് ആയിട്ടെന്ന് സമ്മറി ഷീറ്റ് ജനറേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി വരും. അത് ജനറേറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് എഴുതി വരുമ്പോൾ നമ്മൾ ആ സമ്മറി ഷീറ്റ് ഡൗൺലോഡ് ചെയ്തിട്ട് നമ്മുടെ യൂണിറ്റിൽ നിന്നുള്ള സർവീസ് സർട്ടിഫിക്കറ്റും അതുപോലെ പാൻ കാർഡിൻ്റെ കോപ്പി, ആധാറിൻ്റെ കോപ്പി, പിന്നെ ഈ അവൈലബിലിറ്റി സർട്ടിഫിക്കറ്റ്, ക്യാൻറ്റീൻ കാർഡ്, ഗ്രോസറി കാർഡും എടുത്തിട്ട് നമ്മൾ നമ്മുടെ അടുത്തുള്ള നിയറസ്റ്റ് CSDനായിട്ട് ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അവർ നമ്മളോട് ഒരു ഡേറ്റ് തരും. ഇന്ന ദിവസം വന്നാൽ മതി, നിങ്ങൾക്ക് അതിൻ്റെ പർച്ചേസിങ് ഓർഡർ തരാമെന്ന് പറഞ്ഞിട്ട് പറയും. ആ പർച്ചേസിങ് ഓർഡർ അവിടെ ചെന്നിട്ട് കളക്ട് ചെയ്യുക. കുറച്ച് ഫോം ഫില്ല് ചെയ്ത് കൊടുക്കണ്ടാവും. അവിടെ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അരമണിക്കൂർ കാര്യങ്ങളേ ഉള്ളൂ. അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അവിടുന്ന് പർച്ചേസിങ് ഓർഡർ തരും. അത് നേരെ ഷോറൂമിൽ കൊടുക്കുക. ഷോറൂമിൽ കൊണ്ടുപോയി കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ അവിടെ ടാക്സ്, ബാക്കി ഇൻഷുറൻസ് പരിപാടികളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ നോക്കും. ഞാൻ ഷോറൂമിൽ നിന്നുള്ള ഇൻഷുറൻസ് അല്ല എടുത്തത്. ഷോറൂമിൽ 42,000 രൂപ പറഞ്ഞെടുത്ത് ഞങ്ങൾ എടുത്തത് 20,000 രൂപയ്ക്ക് പുറത്തുനിന്ന് പരിചയമുള്ള ആളുകളിൽ നിന്ന് ഇൻഷുറൻസ് എടുക്കുകയാണ് ചെയ്തത്. ഓക്കെ. പിന്നെ മറ്റ് സാധനങ്ങൾ ഇതിപ്പോൾ ഞാൻ ബേസ് മോഡൽ എടുത്താണ്. ബേസ് മോഡൽ എടുത്തിട്ട് ഇതിൻ്റെ മുകളിലത് ഒരു അലോയ് കയറ്റി, പിന്നെ ഒരു ഫോഗ് ലാമ്പ്, പിന്നെ ഹെഡ്ലൈറ്റ് LED ആക്കി, പിന്നെ ഒരു 360 ക്യാമറ കയറ്റി. എനിക്ക് ഈ വണ്ടിക്ക് ഓൺ റോഡ് വന്നത് 5,08,680 രൂപയാണ്. ഇത് നല്ല വലിപ്പമുള്ള അത്യാവശ്യം സ്പേസുള്ള വണ്ടിയാണ്. മൈലേജ് അന്ന് കാട്ടുന്നുണ്ടായിരുന്നത്
എടുത്ത ദിവസം 8 കിലോമീറ്റർ ആയിരുന്നു. ഇപ്പോൾ 1200 കിലോമീറ്ററോട് ഇപ്പോൾ അത് 12.8 കിലോമീറ്ററായിട്ട് കൂടിയിട്ടുണ്ട്. കമ്പനി പറയുന്നത് ഇതിന് 15 to 18 കിലോമീറ്റർ ആണ് അവർ മൈലേജ് പറയണത്. അപ്പോൾ ബാക്കി നമുക്ക് നോക്കി കണ്ടറിയണം. എന്തായാലും ഇത് ഇങ്ങനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് കഷ്ടപ്പാട് ബുദ്ധിമുട്ടൊന്നുള്ള പരിപാടിയല്ല CSD ത്രൂ എടുക്കുന്നത്. എളുപ്പമാണ്, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഈ കാര്യങ്ങളൊക്കെ ഞാൻ സ്വന്തമായിട്ട് തന്നെയാണ് ചെയ്തത്. അപ്പോൾ CSD ത്രൂ എടുക്കാൻ താല്പര്യമുള്ള ആളുകളാണെന്നുണ്ടെങ്കിൽ നല്ലൊരു കാര്യമാണ്.